നമസ്കാരം. നാദോപാസനയുടെ അനശ്വര ഗീതങ്ങൾ എന്ന സംഗീത പരമ്പരയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നാദോപാസനയിൽ നിന്ന് നമ്മൾ പുറത്തിറക്കിയ പ്രശസ്തമായ ചില ഗാനങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ കഥകളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള സണ്ണി സാറ് നമുക്ക് അപരിചിതനല്ല. ഒരുപാട് സംഗീതം ട്യൂൺ ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് ഗാനങ്ങൾക്ക് പിറവി കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇന്നേ ദിവസം അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് സാറേ സാറിൻ്റെ വേ ഓഫ് കോമ്പോസിഷൻ എങ്ങനെയാണ് ഒരു പാട്ട് ട്യൂൺ ചെയ്യുന്നത്? അച്ഛനറിയാലോ, ഞാനൊരു കർണാട്ടിക് സംഗീതം പഠിക്കാത്ത ആളാണ്, ഹിന്ദുസ്ഥാനി പഠിക്കാത്ത ആളാണ്. എൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഗിറ്റാറാണ്. പക്ഷേ ഇതിനെപ്പറ്റിയെല്ലാം ഇത്രയും കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഐ ക്യാൻ ട്രാൻസ്പോസ് മൈ ഗിറ്റാർ ടു മൈ കമ്പോസിഷൻ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ എല്ലാവരും മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഹാർമോണിയം വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കീബോർഡ് വെച്ചിട്ടായിരിക്കും. അപ്പൊ ഗിറ്റാർ വെച്ച് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് വളരെ എളുപ്പമാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഗിറ്റാർ ഒരു സ്ട്രേഞ്ച് ഇൻസ്ട്രുമെൻ്റ് എന്നും ഒരു യുണീക്ക് ഇൻസ്ട്രുമെൻ്റ് എന്നും നമുക്ക് പറയാം. കാരണം ശ്രുതി ഭേദം ചെയ്ത് താളം വായിക്കാൻ പറ്റിയ ഏക ഇൻസ്ട്രുമെൻ്റ് എന്ന് തന്നെ പറയാം. പിയാനോ ഒരു എക്സംഷൻ ഉണ്ട്, എന്നാലും അപ്പോൾ നമുക്ക് ഒരു ഗിറ്റാർ മതി, ഒരു എക്സ്കർഷൻ മൂഡ് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ കമ്പോസിങ്ങിന് നമുക്ക് താളം വായിക്കാനാണ് വേണ്ട, ശ്രുതി വേണ്ട, നമുക്ക് എല്ലാ കൂട്ടവും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഭാവന അനുസരിച്ച് കോഡ്സ് പ്രോഗ്രഷൻ എല്ലാം നമുക്ക് കൊടുക്കാം, അത് അപ്പോൾ തന്നെ എഴുതി വയ്ക്കാം. അങ്ങനെ ഞാൻ നാദോപാസനയുടെ ആദ്യത്തെ ഒരു കാസറ്റായിരുന്നു യാഗവേദി. അതിനകത്തൊരു പാട്ട് ചെയ്തപ്പോൾ ഇതേ ചോദ്യം എന്നോട് അന്നത്തെ ഡയറക്ടറായിരുന്നു പാലക്കിലച്ചൻ അത് പാടി ചോദിച്ചു, ഹൗ ഡു യു കമ്പോസ് വിത്ത് ഗിറ്റാർ? അച്ഛൻ ചോദിച്ച അതേ ചോദ്യം തന്നെ. അപ്പോൾ എനിക്കത് വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടില്ല. കാരണം ആ കോഡ്സ് വെച്ചങ്ങ് പാടി പാടി വന്നാൽ ശരിയായിക്കോളും. അച്ഛൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. അങ്ങേ കാണാത്ത അതെ, ഞാൻ സാറ് പല പ്രാവശ്യം പറഞ്ഞ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പാലക്കിലച്ചനാണ് അത് പാടിയിരിക്കുന്നത്, കുനിയന്തോടത്തച്ഛൻ എഴുതി. അത് സൂപ്പർ ലിറിക്സാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അത് അന്നൊക്കെ നമുക്ക് ഇത്രയൊന്നും നല്ല റെക്കോർഡിങ്സ് ഒന്നുമില്ല. എൽറിച്ച് ഐസക്കാണ് അതിന്റെ മ്യൂസിക് ഒക്കെ ചെയ്തത്. ആദ്യത്തെ 2-3 ലൈന് സാറൊന്ന് വായിക്കുകയാണെങ്കിൽ ഞാൻ പാടാം. അച്ഛനെ ഈ സ്കെയില് പറ്റുമോന്നൊന്ന് നോക്കി. അങ്ങയെ കാണാത്ത കണ്ണും അങ്ങയെ കേൾക്കാത്ത കാതും അങ്ങിൽ ലയിക്കാത്ത ഹൃദയം അറിയില്ല സ്വർഗീയ ഭാഗ്യം. അങ്ങയെ കാണാത്ത കണ്ണും അങ്ങയെ കേൾക്കാത്ത കാതും അങ്ങിൽ ലയിക്കാത്ത ഹൃദയം അറിയില്ല സ്വർഗീയ ഭാഗ്യം. അങ്ങയെ കാണാത്ത കണ്ണും. സൂപ്പറായിട്ടുണ്ട് അച്ഛാ. അത് നമ്മളത് റെക്കോർഡിങ്ങിന് ചെയ്തേക്കാളും ഒരു പിച്ചോടെ കൂട്ടി അപ്പിട്ട് നമ്മൾ ഡി മൈനറിനാണ് ചെയ്ത്, ഇത് ഇ മൈനറിനാക്കിയിട്ടുണ്ട്. മനോഹരമായ ഒരു കോമ്പോസിഷൻ, ബിക്കോസ് യുവർ വോയിസ് ഇസ് അതാണ് അതുകൊണ്ട്. അപ്പോൾ ഈ പാട്ട് പാടിയപ്പോൾ അന്ന് കറക്ഷനൊക്കെ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ശൈശവകാലം എൻ്റെ. പാലക്കിലച്ചനെ പോലെ റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയൊക്കെ കറക്റ്റ് ചെയ്യാൻ എനിക്കറിയാൻ മേല. എങ്കിലും ഞാൻ എൻ്റെ ഒരു ഓർമ്മ പങ്കുവയ്ക്കാണ്. അങ്ങയെ കാണാത്ത കണ്ണും, അങ്ങനെ അച്ഛൻ പാടി. അപ്പൊ ഞാനത് ഇപ്പൊ അച്ഛൻ പാടിയത് കറക്റ്റാ. അപ്പൊ ഞാനത് വളരെ എളിമയോടെ ഇങ്ങനെ പറഞ്ഞത് ശരി. 2 ദിവസം കഴിഞ്ഞ് പുള്ളി അത് കലാഭവന് ചാർജാ. പുള്ളി എനിക്ക് പറഞ്ഞു, ഐ സ്റ്റാൻഡ് കറക്റ്റഡ്, ഞാൻ അത് കറക്റ്റ് ചെയ്ത് പാടിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ചില പാട്ടുകൾക്ക് ആ കിണുക്ക് നല്ലതല്ലായിരിക്കും. പക്ഷെ മനസ്സിലായില്ല, ആ കിണക്കില്ലാത്തതിന്റെ ഗുണം.
ഇപ്പൊ ഗിറ്റാർ വെച്ച് കമ്പോസ് ചെയ്യാൻ ഇപ്പൊ അച്ഛൻ ഗിറ്റാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് ഒരു ഹിന്ദുസ്ഥാനിയുടെ ഒരു ചെറിയ റൂട്ടായത്. അത് പിന്നീട് ഞാൻ ഉരുളിയാനകൃഷ്ണനോട് ചോദിച്ചു. നാദോപാസനയിൽ ഇത്രയും വർഷത്തെ ഒരു പരിചയമുണ്ടല്ലോ, അപ്പൊ അതിന്റെ വെളിച്ചത്തില് മറ്റ് ഇൻസ്ട്രുമെന്റ്സുമായിട്ട് നമുക്കറിയാം ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. മറ്റ് ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ഗിറ്റാറിനെ ഒന്ന് താരതമ്യം ചെയ്ത് പറയാമോ? താരതമ്യം ചെയ്യാന്ന് വെച്ചാല് ബേസിക് ആയിട്ട് ഈ ആൾക്കാരുടെ ഒരു ധാരണ ഇരിക്കണേ ഇറ്റ്സ് എ പ്യുവർലി എ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്. ഞാൻ പറയാം അല്ല, അത് ഇന്ത്യനൈസ് ചെയ്താണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഗസലിനും ഗാനമേളയ്ക്കും ഒക്കെ ഉപയോഗിച്ചത്. മറ്റേത് നമ്മൾ സ്റ്റേജ് ഷോസിനൊക്കെ വെസ്റ്റേൺ വായിക്കുന്ന അച്ഛൻ കേട്ടിട്ടുണ്ടല്ലോ, അത് വേറൊരു ടൈപ്പാണ്. നമ്മളിവിടെ അതിൻ്റെ ശ്രുതി ചേരാൻ പറ്റിയ കോഡുകൾ ഹാർമോണൈസ് ചെയ്യുക, അതിൻ്റെ റിതം. പഴയകാലത്തൊക്കെ മുഴുവൻ പാട്ടുകൾക്കും അക്കോസ്റ്റിക് ഗിറ്റാറാണ് വായിക്കുന്നത്. അച്ഛൻ കായാമ്പൂഒക്കെ ഓർക്കുന്നുണ്ടല്ലോ, എന്തൊരു രസമാണ് കേൾക്കാൻ. ഇപ്പൊ അതൊക്കെ പോയി എല്ലാം കീബോർഡ് ചെയ്യുന്നോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ ഗിറ്റാറാണ് ദ ഇൻസ്ട്രുമെന്റ്. ഞാൻ പഠിപ്പിക്കണോണ്ട് തന്നെയല്ല, നമുക്ക് ഇപ്പോൾ ഒരു 10-15 പേര് ഒരു യാത്ര പോവുകയാണെങ്കിൽ ഒരു ഗിറ്റാർ മതി. എല്ലാവർക്കും ശ്രുതി കൊടുക്കാം, താളം കൊടുക്കാം. ഇപ്പൊ ഈ പാട്ട് പിറവിയെടുത്തപ്പോൾ ഞാൻ ഹാർമോണിയത്തെ തൊട്ടിട്ട് പോലുമില്ല. അച്ഛനെ പഠിപ്പിച്ചതും സ്റ്റുഡിയോയിൽ പോയി ചെയ്തപ്പോഴും എല്ലാം ഗിറ്റാർ വായിച്ചത്. സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ പലർക്കും സംഗീതത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളവരെ കുറിച്ച് അതിന്റെ സിഗ്നിഫിക്കൻസും ഡിസ്റ്റിങ്ഷനും ഒക്കെ അറിയാം. ഇതൊരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്. ഗിറ്റാർ ഇസ് എ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്. ഇതുപോലെ ഉള്ള മറ്റ് പല സ്ട്രിങ് ഇൻസ്ട്രുമെന്റുകളും ഉണ്ട്. ഇങ്ങനെ കമ്പി വലിച്ചു കെട്ടിയാണ് ഇതിൽ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗിറ്റാറ്, വയലിൻ, സിത്താറ്, മാൻഡോലിൻ, അങ്ങനെയുള്ള എന്താണെങ്കിലും അതെല്ലാം സ്ട്രിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം വിൻഡ് ഇൻസ്ട്രുമെന്റ് ഫ്ലൂട്ട്, നമ്മുടെ ബ്രെത്താണ് അതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഊതിയാണ് അതിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഫ്ലൂട്ട് ആയിരിക്കാം, സാക്സഫോൺ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതേസമയം മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ്, താളമിടുന്ന ഇൻസ്ട്രുമെന്റ്. തബല, ഡ്രംസ്, അങ്ങനെ മൃദംഗം, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്. അതില് ഇപ്പൊ ഗിറ്റാറിന് അതിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസും ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. സാറ് പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതില് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹാർമണിയെ പറ്റിയുള്ള ഒരു ബോധ്യം ശരിക്കും ഉണ്ടാവും. ഈ മെലഡി ഈസ് എ പ്ലീസിങ് സക്സഷൻ ഓഫ് നോട്ട്സ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. സ്വരങ്ങളുടെ സ്വച്ഛന്തമായ ഒരു ഒഴുക്കാണ്. അതിനെ ഹാർമോണൈസ് ചെയ്യുകയാണ് നമ്മൾ, ഓർക്കസ്ട്ര കൊണ്ടും കോഡ് കൊണ്ടും ഒക്കെ ഹാർമോണൈസ് ചെയ്യുകയാണ്. അപ്പം അത് റിതമിക് ആക്കാനും ഗിറ്റാറിൽ എളുപ്പമാണ്. ഇപ്പം ഇത് 3/4 ആണോ 6/8 ആണോ എന്ത് തീരുമാനിക്കാനും നമുക്ക് ഇതിൽ വെറുതെ ഈ സ്ട്രൈക്കർ മതി. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേൾക്കണം. തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു എപ്പിസോഡിന് ശേഷം ഉടനെ തന്നെ ഈ ഒരു പാട്ടിന്റെ മൊത്തത്തിലുള്ള പാട്ട് അതിന്റെ ഒറിജിനൽ മ്യൂസിക്കോട് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മനോഹരമായൊരു പാട്ടാണ്, എല്ലാവരും കേൾക്കണം, അത് എല്ലാവരും പാടണം. ഒരുപക്ഷെ പുതിയ തലമുറയിലെ പാട്ടുകൾക്ക് അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് പഴയ ആ ഒരു 80s പാട്ടുകളുടെ ശോഭയും അതിൻ്റെ ആ ഗാംഭീര്യവും ഡെപ്തും ഒന്നും ഒരിക്കലും മങ്ങുകയില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു സംഗീതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച്, ഗിറ്റാറിനെ കുറിച്ച് നമ്മളുമായിട്ട് പങ്കുവച്ച സണ്ണി സാറിന് ഒരുപാട് നന്ദി. നാദോപാസനയുടെ ഈ സംഗീത പരമ്പര ഇനിയും തുടരുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം.